നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണ്. ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഓരോ മണിക്കൂറിലും ഞങ്ങളുടെ ടീം പോളിംഗ് വിലയിരുത്തലുകളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണമാണ്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം നടത്തിയത്. ഹരിയാനയുമായി ബന്ധപ്പെട്ടൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അതിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്ന് കേൾക്കുന്നു. കൂടുതൽ ഉന്നതരിലേക്കൊക്കെ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കുമെന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലോകവാർത്തകളിലേക്ക് കടന്നാൽ അത് ട്രംപിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ട്രംപിൻ്റെ നയങ്ങളോട് US സുപ്രീം കോടതിയും അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്നാണ് സംശയം ഉന്നയിച്ചിരിക്കുന്നത് US സുപ്രീം കോടതി. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലായി 3.75 കോടി വോട്ടർമാർ വിധിയെഴുതും. ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരി, വിജയ് കുമാർ സിൻഹ, പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് തുടങ്ങി പ്രമുഖരടക്കം 1314 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. കനത്ത സുരക്ഷ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ളയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇന്നുണ്ടായേക്കും. വോട്ട് ചോരി ആരോപണങ്ങളിൽ BJP കോൺഗ്രസ് പോര് രൂക്ഷം. രാഹുലിന്റെ ആരോപണങ്ങൾ ബീഹാറിലെ തോൽവി ഭയന്നെന്ന് BJP. SIRൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായി നിയമോപദേശ നടപടികളിലേക്ക് കടന്ന സംസ്ഥാന സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള BLOമാരെ ഒഴിവാക്കി അങ്കണവാടി വർക്കർമാരെ നിയോഗിക്കും. ഫോം വിതരണം രാത്രിയിലും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ വീണ്ടും വിളിപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുത്തേക്കും. പകരച്ചുങ്ക നടപടികളിൽ US സുപ്രീം കോടതിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്ന് സംശയം ഉന്നയിച്ച് കോടതി. തീരുവ നടപടികൾ രാജ്യ താൽപര്യം സംരക്ഷിക്കാനും സാമ്പത്തിക രംഗം തകരാതിരിക്കാനുമെന്ന് US സോളിസിറ്റർ ജനറൽ ജോൺ സവർ കോടതിയിൽ. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം T20 മത്സരം ഇന്ന് കരാറയിൽ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമിനും ഓരോ ജയം. ഇന്ത്യ പ്ലേയിങ് 11-ൽ മാറ്റം വരുത്തിയേക്കില്ല. സഞ്ജു സാംസൺ കളിച്ചേക്കില്ലെന്ന് സൂചന. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലായി 3.75 കോടി വോട്ടർമാരാണ് വിധിയെഴുതുക. ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരി, വിജയ് കുമാർ സിൻഹ, പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് തുടങ്ങി പ്രമുഖരടക്കം 1314 സ്ഥാനാർത്ഥികളാണ് ഇന്ന് മത്സരരംഗത്തുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാർ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് പോളിംഗ് ആരംഭിച്ച് അല്പസമയം മുമ്പാണല്ലോ ആരംഭിച്ചത്. എങ്ങനെയാണ് ആദ്യത്തെ ഒരു സമയത്ത് എങ്ങനെയാണ് പോളിംഗിൻ്റെ ഒരു ആളുകൾ വരുന്നത്, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്, അതൊക്കെ എങ്ങനെയാണ്? മായ, എല്ലാവരും ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തുടക്കമായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പട്ന അടക്കമുള്ള ജില്ലകൾ, 18 ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. പല ബൂത്തുകൾക്ക് മുന്നിലും ഇപ്പോൾ തന്നെ നീണ്ട നിര പ്രത്യക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കൾക്ക് കൂടുതൽ
സ്വാധീനമുള്ള അല്ലെങ്കിൽ കൂടുതൽ വോട്ടർമാർ കൂടുതലായി ഉള്ള ബഹുസരായി അടക്കം ഇത്തവണ ഈ ഒന്നാം ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം യുവാക്കൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു എന്നതിനനുസരിച്ചിരിക്കും വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ചയും താഴ്ചയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാവരും വോട്ട് അവകാശം ഉപയോഗിക്കണമെന്നും ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോകാനുള്ള ഈ രീതിയെ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാം വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലുള്ളത് എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് തേജസ്വി യാദവ് ഉണ്ട്, ഒപ്പം തന്നെ തേജ് പ്രതാപ് യാദവ് ഉണ്ട്, അതോടൊപ്പം തന്നെ വിജയകുമാർ സിൻഹ, അതുപോലെ തന്നെ സാമ്രാജ് ചൗധരി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉപമുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം തന്നെ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു ഘട്ടം കൂടിയാണ് ഒന്നാം ഘട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ സംസ്ഥാന ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ട്. ഇങ്ങനെ ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഘവ്പൂരും അതുപോലെ തന്നെ താരാപൂരും ഒക്കെ തന്നെ ലക്സറായും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി വിലയിരുത്തപ്പെടുന്ന ഈ 3 മണ്ഡലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സതീഷ് കുമാറാണ് തേജസ്വി യാദവിന്റെ എതിരാളിയായി രാഘവ്പൂരിൽ മത്സരിക്കുന്നത്. ഇവിടെ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ RJDയെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ജൻസൂരജ് പാർട്ടി തന്നെയാണ്. ജൻസൂരജ് പാർട്ടി ആരുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും RJDക്ക് തന്നെയാണ് ആശങ്ക. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാറിന്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് എത്ര കണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തലായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്നും ബീഹാറിലുണ്ട്. വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 11-ാം തീയതിയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 122 മണ്ഡലങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രചരണം അതിന്റെ വാശിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദി ഹൃദയഭൂമിയെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം തേജസ്വിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പ് അഖിലേഷ് യാദവിനെ മുൻനിർത്തി ഉത്തർപ്രദേശിൽ ചില നീക്കങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇവിടെ അത് തേജസ്വി യാദവാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ BJPയുടെയും NDAയുടെയും ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. കാരണം കൃത്യമായി തങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്ന. പ്രധാനമന്ത്രി ഉൾപ്പെടെ രംഗത്തിറങ്ങിയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി. പ്രധാനമന്ത്രി ഒന്നിലധികം ദിവസങ്ങൾ ബീഹാർ കേന്ദ്രീകരിച്ച് പ്രചരണം നയിച്ചതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും അക്കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തു. 2 കേന്ദ്രമന്ത്രിമാരെ ബീഹാറിന്റെ മാത്രം ചുമതല കൊടുത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ BJP ബീഹാറിലേക്ക് ഇറക്കിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് സജീവമായിരുന്നു. മറുവശത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ യാത്രകൾ, ആ യാത്രയുടെ പിൻബലം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് അലിനഗർ അടക്കമുള്ള അവിടെ മിഥാലി താക്കൂറാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടുത്തെ ഗായിക, സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഗായികയെ BJP രംഗത്തിറക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അലിനഗറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അവിടെ VIP പാർട്ടി വിജയിച്ചു കയറിയ മണ്ഡലമാണ്. ഇത്തവണ അതിന് പകരമായി RJD സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമാണ് ആശങ്ക. മറുവശത്ത് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ മികച്ച പ്രകടനം ചില മണ്ഡലങ്ങളിലെങ്കിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞതാണ് ഒവൈസിയുടെ പാർട്ടി. ഇതിനേക്കാൾ ശ്രദ്ധേയമാകുന്നത് ജൻസൂരജ് തന്നെയാണ്. പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല എങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു. നമ്മൾ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ കണ്ടതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉദയം. സ്വാഭാവികമായും അങ്ങനെ ഒരു ഉദയം ജൻസൂരജ് പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ആം ആദ്മിയും ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ജൻസൂരജ് തന്നെയാണ്. കാരണം 2 മുന്നണികൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഈ മുന്നണികൾക്കപ്പുറത്തേക്ക് ജൻസൂരജിനെ, പ്രശാന്ത് കിഷോറിനെ ബീഹാറിലെ ജനത ഏറ്റെടുത്തു എന്നതുകൂടി അറിയാനുള്ളൊരു നീക്കമായിരിക്കും. വലിയ രീതിയിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ ആം ആദ്മി പാർട്ടിയെ പോലെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ജൻസൂരജ് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
പുതുതായി വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച്, പുതിയൊരു നേതാവിനെ സംബന്ധിച്ച് വലിയൊരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ബീഹാറിനെ വിലയിരുത്താൻ കഴിയുക. ഏതായാലും തേജസ്വിയെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടിയാകും ഇത് മാറും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനായി തുടങ്ങിയത് തേജസ്വി, ആ തുടക്കം മുതൽ ഇങ്ങോട്ട് ബീഹാറിന്റെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടകലർന്ന് തന്നെയാണ് തേജസ്വി മുന്നോട്ട് പോയിട്ടുള്ളത്. ഉപമുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുന്ന, അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയിലേക്ക് വരുന്നു. ഇപ്പോൾ പാർട്ടിയെയും മുന്നണിയെയും മൊത്തത്തിൽ നയിക്കുന്നത് തേജസ്വി യാദവാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാവുകയാണെങ്കിൽ അത് തേജസ്വി മാത്രം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അക്കാര്യത്തിൽ കോൺഗ്രസിനോ മറ്റ് ഘടകകക്ഷികൾക്കോ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ മുന്നണികളുടെ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയിട്ടുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ സീറ്റുകൾ RJD ഏറ്റെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. VIP-ക്ക് സീറ്റുകൾ നഷ്ടമാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ്. ഒരുപക്ഷെ NDA BJP നേരത്തെ തന്നെ ആരോപണമായി ഉന്നയിച്ചതും അതുതന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ബീഹാറിൽ 3 മണി വരെയാണ് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിരുന്നത്. നക്സൽ ബാധിത മേഖലകളായിരുന്നു. നക്സലൈറ്റുകൾ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരുന്ന സമയങ്ങളാണ്. അവിടെ നിന്ന് ഒരു വളരെ ശാന്തമായി തന്നെ വോട്ട് ചെയ്യാനും സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയത് BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാരാണെന്നുള്ളതാണ് അമിത്ഷാ അടക്കം നിർദ്ദേശം അല്ലെങ്കിൽ ആരോപണമായി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ എത്ര കണ്ട് ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ബീഹാർ ഇപ്പോഴും ദരിദ്രരായ നിരവധി ആളുകൾ ഉള്ളൊരു സംസ്ഥാനമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ നിരവധി ആളുകൾ, 37% ദരിദ്ര ജനവിഭാഗങ്ങൾ ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്ത് എത്ര കണ്ട് വികസനം ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിനിടയിൽ കൊണ്ടുവരാൻ NDA സർക്കാരിന്, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി വിലയിരുത്തപ്പെടും. മാത്രമല്ല സ്കൂളുകളുടെ വികസനം, ആരോഗ്യ മേഖലയിലെ വികസനം, ഇതൊക്കെ തന്നെ വലിയ പോരായ്മയായി നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് പ്രധാനമായും ജനങ്ങൾ ചിന്തിക്കുക. അതിന് തേജസ്വി വരണമോ അതോ ഈ സർക്കാർ തുടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തുടർന്നിട്ടുള്ള മാറ്റങ്ങൾ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പുരോഗതിയിലേക്ക് ബീഹാറിനെ എത്തിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവർ വിലയിരുത്തുക. മാത്രമല്ല ഇനിയും തേജസ്വിയുടെ കൈകളിലേക്ക്, RJDയുടെ കൈകളിലേക്ക് ബീഹാറിന്റെ ഭരണം പോയി കഴിഞ്ഞാൽ ജംഗിൾ രാജിലേക്ക് പോകുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിരവധി വിഷയങ്ങൾ, വികസനത്തിനപ്പുറത്തേക്ക് ജാതി രാഷ്ട്രീയം, ഒപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും ബീഹാറിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ബീഹാറിലെ ജനത എത്ര കണ്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 2020 59% സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. കാരണം 54% മാത്രമാണ് പുരുഷന്മാർ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 4-5% വ്യത്യാസം അവിടെ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അത് ഇത്തവണയും ആവർത്തിക്കും. ആ സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യം, അവരുടെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് NDA ക്യാമ്പ് അവകാശപ്പെടുന്നതുമായ. പ്രശാന്ത്, മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വോട്ട് ചോരി ആരോപണങ്ങളുണ്ടല്ലോ. രാഹുൽ പറഞ്ഞത് ഹരിയാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ബീഹാർ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന്റെ തലേ ദിവസമാണ് രാഹുൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. അതും നിർണായകമല്ലേ? മായ, നേരത്തെ തന്നെ SIR-ുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് BJP കോൺഗ്രസിനും അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് വോട്ടുകൾ ഒഴിവാക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ഇന്നലെ ബീഹാറിന്റെ തലേദിവസം തന്നെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാന മാത്രമല്ല പറഞ്ഞു വെച്ചത്, ബീഹാറിലെ ചില മണ്ഡലങ്ങൾ, ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില ആളുകളെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവരികയും ചെയ്തു. 183 വോട്ടുകൾ ചില ഗ്രാമങ്ങളിൽ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആരോപണമായി ഉന്നയിക്കുന്നത്. ഹരിയാനയെ സംബന്ധിച്ച് ഹരിയാനയിൽ സ്വാഭാവികമായും കോൺഗ്രസ് ജയിക്കേണ്ട ചില മണ്ഡലങ്ങളായിരുന്നു. 22 വോട്ട് മുതൽ 4200 വോട്ട് വരെ ആ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു അന്വേഷണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 25 ലക്ഷം വോട്ടുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വോട്ട് മോഷണം നടന്നുവെന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ഇന്ന് അതിന് മറുപടി പറഞ്ഞേക്കും എന്നുള്ളതാണ് ഒരു വശം. പക്ഷേ ബീഹാറിൽ ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിനുള്ള മറുപടി ഇന്നലെ തന്നെ BJP നേതാക്കൾ പലതരത്തിൽ ഡൽഹിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ട്. സ്വാഭാവികമായും 3 യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു, വോട്ട് ചെയ്യാനായി നിരയായി നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും രാഹുൽ ഗാന്ധി അത് സജീവമായി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള മറുപടി BJP നൽകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ജനങ്ങൾക്കിടയിലേക്ക് തങ്ങളുടെ വോട്ടുകൾ, ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിലൊരു ശുദ്ധീകരണം വേണം എന്ന് തന്നെയാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ
നിന്ന് ഇപ്പോഴും കുടിയേറി പാർത്ത നിരവധി ആളുകൾ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ എന്തിന് ഈ സംസ്ഥാനത്ത് നിൽക്കണം, അവരത് തൊഴിൽ ചെയ്തു പോകട്ടെ, മറിച്ച് അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായി വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിനൊക്കെ തന്നെ പരിഹാരമാകാൻ SIR കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. മറുവശത്ത് ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിയേറി പാർത്ത ജനവിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളും മറ്റു ചില വിഭാഗങ്ങളും ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ RJയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്നത് ദളിത് വോട്ടുകൾ കൂടുതലായി ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതായത് BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലെ ദളിത് വോട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. മായ ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. പട്ന അടക്കമുള്ള 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ BJP കോൺഗ്രസ് പോര് രൂക്ഷമാണ്. ബീഹാറിലെ തോൽവി ഭയന്നാണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് BJPയുടെ വാദം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനം. പരാതികൾ നൽകാതെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെങ്കിൽ അത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എവിടെയായിരുന്നു എന്ന് കമ്മീഷൻ ചോദിക്കുന്നു. അതേസമയം വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ വ്യക്തികളോ നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി SIRനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. ഇതിനായി നിയമോപദേശം തേടാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അതേസമയം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, SIRനെതിരെ ഒരുമിച്ച് നീങ്ങാൻ തന്നെയാണ് സംസ്ഥാനത്ത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും തീരുമാനം. അങ്ങനെയായിരുന്നല്ലോ ഇന്നലെ സർവകക്ഷി യോഗത്തിലൊക്കെ തീരുമാനമായത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു, നിയമോപദേശങ്ങളൊക്കെ തേടുന്നു എന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുക? മായ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും SIRും ഒരേ സമയം നടപ്പാക്കാൻ തീരുമാനിച്ചതോടെയാണ് സംസ്ഥാന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ സംസ്ഥാന മേധാവികൾ തമ്മിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ പങ്കുവയ്ക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിലവിലുള്ള BLOമാർക്ക് പകരം മറ്റ് ഓഫീസർമാരെ കണ്ടെത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു പകരം അംഗനവാടി ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയിൽ ഉടൻ പ്രവേശിക്കേണ്ടാത്ത BLOമാർ ഈ SIRന്റെ നടപടിക്രമങ്ങളിൽ തുടരട്ടെ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു SIR നടപടിക്രമവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് തന്നെയാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ 2002 വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ SIR നടപ്പിലാക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച സർവകക്ഷി യോഗത്തിൽ BJP മാത്രമാണ് ഇതിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ ഈ പ്രതിപക്ഷ നേതാക്കളും മറ്റ് സംഘടനകളുമെല്ലാം ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതിൽ കക്ഷി ചേരാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ A. പത്മകുമാറിനെയും N. വാസുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണല്ലോ റാന്നി കോടതി. എങ്ങനെയാണ് ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത? കോടതി എങ്ങനെയായിരിക്കും വിലയിരുത്തലുകൾ? എന്താണ് വിലയിരുത്തപ്പെടുന്നത്? അതേമായ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എന്നാൽ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ അന്വേഷണ സംഘത്തിന്റെ വാദം കൂടി കേട്ട ശേഷമേ അത്തരത്തിലുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഈ കേസിലെ മുഖ്യപ്രതി ആയതിനാൽ തന്നെ കൂടുതൽ ഈ മുരാരി ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാകും ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ലഭിക്കാൻ സാധ്യത കുറവാണ്.
മാത്രമല്ല ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ നേരത്തെ പ്രതി ചേർത്തിരുന്നു. പ്രാഥമികമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് അടക്കം ആയിരിക്കും ഇനിയിപ്പോ SIT അതിന്റെ നീക്കങ്ങളൊക്കെ ആയിരിക്കും നടത്തുക. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് SIT മുൻപോട്ട് പോകുന്നത്. ഈ സമയത്ത് എന്തായാലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്ന് കരുതുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കണ്ണൻ, ഈ എൻ വാസുവിനെ ഒരിക്കൽ SIT ചോദ്യം ചെയ്തതാണ്. SIT പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം വാസു 3-ാം പ്രതിയാണ്. കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ട് എൻ വാസു 3-ാം പ്രതിയാണ്. ഇനി ഒരു പക്ഷേ വീണ്ടും എൻ വാസുവിനെ ചോദ്യം ചെയ്യുമായിരിക്കും. പക്ഷെ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നോ? ഒരുപക്ഷെ മുരാരി ബാബുവിൽ നിന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒക്കെ പല വിവരങ്ങളും SITക്ക് ലഭിച്ചിട്ടുണ്ടാവാം. എൻ വാസുവിനെ ചോദ്യം ചെയ്തപ്പോഴും ലഭിച്ചിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ ഭാഗമായി ഉന്നതരിലേക്ക് എത്താം. അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ നമുക്ക്? ഈ ചോദ്യം ചെയ്യൽ ഈ മുരാരി ബാബുവിനെയും അതുപോലെ എൻ വാസുവിനെയും അടക്കം ചോദ്യം ചെയ്തപ്പോൾ ഈ A. പത്മകുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ചും ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് കരുതുന്നത്. എന്നാൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നോ അത് SITക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്ന കാര്യമാണോ എന്ന് ഒക്കെ ഉള്ള കാര്യത്തിൽ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതുവരെ SIT സംഘം പത്മകുമാറുമായി ബന്ധപ്പെട്ടില്ല. അദ്ദേഹം വീട്ടിലാണുള്ളത്. അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ വരും ദിവസങ്ങളിലോ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് SIT മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ശബരിമല സന്നിധാനത്തടക്കം SIT പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്നിധാനത്തും ഈ കട്ടളപ്പാളി സംബന്ധിച്ച കേസിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഹൈക്കോടതി ഇത് ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് അനുമതി നൽകിയതിനാൽ അത്തരത്തിലുള്ള പരിശോധന അടക്കമായിരിക്കും ഈ ദിവസങ്ങളിൽ SIT കടക്കുക. ശാസ്ത്രീയ അന്വേഷണം അടക്കം ഹൈക്കോടതിയുടെ അനുമതിയോടെ നടത്തുകയാണ് അവരുടെ ഇപ്പോഴത്തെ നീക്കം. മായ കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് റാന്നി കോടതി പരിഗണിക്കുകയാണ്. ഒരു പക്ഷേ ജാമ്യം ലഭിച്ചേക്കാം, പക്ഷേ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് കണ്ണൻ ദേവ് വിലയിരുത്തുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പ്രദേശവാസികളുടെ സമരം തുടർന്നു. ഫാക്ടറിക്ക് 1.5 കിലോമീറ്ററോളം അകലെ പന്തൽ കെട്ടിയാണ് സമരം നടത്തുന്നത്. ഫാക്ടറി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, താമരശ്ശേരിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സമരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാവിലത്തെ ഒരു അവസ്ഥ എന്താണ് അവിടെ? മായ, ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികളുള്ളത്. കാരണം തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഒരിക്കലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം വീണ്ടും സമരം ആരംഭിച്ചത്. അവർക്ക് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടികളും ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അക്കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വ്യക്തമാക്കിയത്. സമരക്കാരും ഫ്രഷ് കട്ട് കമ്പനി ഉദ്യോഗസ്ഥരുമായി അധികാരികളുമായി ചർച്ച വേണമെന്നായിരുന്നു LDFന്റെ ആവശ്യം. അതേസമയം ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകാതെ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് UDF സ്വീകരിച്ചത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ പിന്തുണയുമായി സമരക്കാർക്കൊപ്പമുണ്ട്. അതേസമയം നിരോധനാജ്ഞ നവംബർ 1 മുതൽ നവംബർ 7 വരെയാണ് ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ആ നിരോധനാജ്ഞ നാളെ അവസാനിക്കും. എന്നാൽ
ഇതുവരെയും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അനുമതികളോടെ ഉപാധികളോടെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ വേണ്ടത്ര സുരക്ഷയില്ല എന്നുള്ള കാരണത്താൽ തന്നെ ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാൻ ഈ ഫാക്ടറി തയ്യാറായിട്ടില്ല. എന്തായാലും തുറന്ന് പ്രവർത്തിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതുവരെ സമരം അടച്ചുപൂട്ടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. മായ, വർഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവകളുടെ നിയമസാധുത പരിശോധിച്ച് US സുപ്രീം കോടതി. പകരച്ചുങ്ക നടപടികളിൽ US സുപ്രീം കോടതിയിൽ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ് ഉണ്ടായത്. US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്ന സംശയം ഉന്നയിച്ചിരിക്കുന്നു കോടതി. രാജ്യ താൽപര്യം സംരക്ഷിക്കാനും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനുമാണ് പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയത് എന്നാണ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷനു വേണ്ടി ഹാജരായ US സോളിസിറ്റർ ജനറൽ ജോൺ സൗവറിന്റെ വാദം. പകരം തീരുവ ഏർപ്പെടുത്തിയതിന് കാരണമായി US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്നതിൽ സംശയമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതി വിധി ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് നിർണായകമാണ്. അതേസമയം സുപ്രീം കോടതിയുടെ വിധി തിരിച്ചടിയായാൽ അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. BJP പ്രതിപക്ഷത്തിരിക്കുന്ന കോർപ്പറേഷനിൽ ഇക്കുറി ഭരണം പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഈ ചുവപ്പുകോട്ടയിൽ മറ്റൊരു അത്ഭുതവും സംഭവിക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ കളമൊരുങ്ങുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ലഭിച്ച പുരസ്കാരങ്ങൾ ഉയർത്തിയാണ് ഭരണകക്ഷിയായ CPM നേട്ടങ്ങൾ ഉയർത്തുന്നത്. അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന BJP ആകട്ടെ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ആ തിരിച്ചുവരവാണ്. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. KS ശബരിനാഥിനെ രംഗത്തിറക്കിയാണ്, മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിയാണ് ഇക്കുറി കോൺഗ്രസ് കളം നിറയുന്നത്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോവളം മണ്ഡലത്തിലെ 5 വാർഡുകളും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം താലൂക്കും നെയ്യാറ്റിൻകര താലൂക്കും ഭാഗികമായി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നു. 1940-ലാണ് കോർപ്പറേഷൻ രൂപീകൃതമായത്. ചരിത്രത്തിൽ ഏറിയ കാലവും ഇടതുമുന്നണി തന്നെയാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ചുവപ്പുകോട്ടയായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ 100 വാർഡുകൾ എന്നത് ഇപ്പോൾ പുനർനിർണയത്തിലൂടെ 101 ഉയർന്നിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 52 സീറ്റ് നേടിയപ്പോൾ 35 സീറ്റുമായാണ് BJP പ്രതിപക്ഷത്ത് വന്നത്. എന്നാൽ 10 സീറ്റുകൾ മാത്രം നേടിയ UDF ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ 3-ാം സ്ഥാനത്ത് പോയി. അതുകൊണ്ട് തന്നെ ഇക്കുറി UDF സടകുടഞ്ഞെഴുന്നേറ്റ മുൻ MLAയും യുവശബ്ദവുമായ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ആധിപത്യമുറപ്പിക്കാനാണ് ആഞ്ഞുപിടിക്കുന്നത്. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി. സ്ഥാനാർത്ഥികൾ പ്രചാരണവും തുടങ്ങി കളം നിറഞ്ഞു. എനിക്കുള്ള പാർലമെൻ്ററി എക്സ്പീരിയൻസും അതോടൊപ്പം എനിക്കുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും വെച്ച് എന്നെ ഒരു മുഖമായി പാർട്ടിയുടെ ആശയങ്ങളും നമ്മുടെ ഭാവിയിലുള്ള മാനിഫെസ്റ്റോയും പറയുവാനൊരു മുഖമായി ഒരു വെഹിക്കിളായി ഒരു മീഡിയമായിട്ട് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ UDFനെ തിരുവനന്തപുരം ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഏകദേശം 40 വർഷം ഈ ഇല്ലാതാക്കിയ ഇടതുപക്ഷത്തിനെതിരെയും ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കുന്ന BJPക്കെതിരെയുമുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ പോവുകയാണ്. നല്ല ഒരു വിജയം ഇത്തവണ UDFന് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഉണ്ടാകും. എന്നാൽ പ്രതിപക്ഷത്തുള്ള BJP ആകട്ടെ ഈ 5 വർഷവും കോർപ്പറേഷനിലെ വിവിധ അഴിമതികളും ക്രമക്കേടും സ്വജനപക്ഷപാതവും അതിനപ്പുറം മാലിന്യ പ്രശ്നവും കുടിവെള്ള വിഷയവുമൊക്കെ തുറന്നുകാട്ടി സമരമുഖത്തുണ്ടായിരുന്നതൊക്കെ വോട്ടർമാർ തിരിച്ചറിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ഏറ്റവും അഴിമതി നിറഞ്ഞതും ദാർഢ്യം നിറഞ്ഞതും അഹങ്കാരം നിറഞ്ഞതായിട്ടുള്ള ഭരണമാണ്. തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹവും ജനങ്ങളും ഈ ഭരണം മാറണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. BJP ഓരോ വിഷയങ്ങളിലും ഓരോ അഴിമതി പ്രശ്നങ്ങളിലും BJP പ്രതികരിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്ത് കൗൺസിലർമാരുടെ ശക്തമായ സന്ധിയില്ലാ പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പ്രത്യേകതയോടെ 5 വർഷം ഭരിച്ച കോർപ്പറേഷന് പ്രവർത്തന മികവിൽ ലഭിച്ച ബഹുമതികളാണ്
ഭരണ നേട്ടത്തിന്റെ തെളിവായി CPM ഉയർത്തിക്കാട്ടുന്നത്. നഗരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ അഭിവൃദ്ധിയും കൃത്യമായ ഇടപെടലും ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഇടതുമുന്നണി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ദേശീയ അന്തർദേശീയ അവാർഡുകളടക്കം ഈ നഗരസഭയെ തേടിയെത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം മേയറും നിലവിലെ ഭരണസമിതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയിട്ടുണ്ട്. 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടമായി മാറുന്ന തലസ്ഥാനത്തെ കോർപ്പറേഷൻ ശക്തമായൊരു ത്രികോണ മത്സരത്തിന് തന്നെയാകും സാക്ഷ്യം വഹിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തു വർഷം LDF ഭരിച്ച മുളവുകാട് പഞ്ചായത്ത് കഴിഞ്ഞ തവണയാണ് UDF തിരിച്ചുപിടിച്ചത്. കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വികസനമാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. പൂർത്തിയാക്കിയ പദ്ധതികൾ പറഞ്ഞുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതേസമയം അഴിമതി ആരോപണങ്ങളാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മുളവുകാട്. വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന കുഞ്ഞു ദ്വീപാണ് ഈ പഞ്ചായത്ത്. എങ്കിലും കൊച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങൾ മുളവുകാട് പഞ്ചായത്തിന്റെ ഭാഗമാണ്. തെക്കേ അറ്റത്തുള്ള ബോൾഗാട്ടി കൊട്ടാരവും വല്ലാർപാടം പള്ളിയുമൊക്കെ മാറ്റി നിർത്തി ഒരു കൊച്ചിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. 16 വാർഡുകളിലായി 22,292 പേരാണ് ഇവിടുത്തെ വോട്ടർമാർ. 10 വർഷം തുടർച്ചയായി LDF ഭരിച്ച പഞ്ചായത്താണ് കഴിഞ്ഞ തവണ UDFന്റെ കൈകളിലേക്ക് എത്തിയത്. 16 സീറ്റിൽ 12 എണ്ണമാണ് UDF നേടിയത്. LDF 2 എണ്ണത്തിലേക്ക് ചുരുങ്ങി. റോഡ് നിർമ്മാണമായിരുന്നു നിലവിലെ ഭരണസമിതിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഗ്യാരണ്ടി പീരീഡ് തീരുന്നതിന് മുൻപ് തന്നെ പൊളിഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് 3 മാസം കൊണ്ട് പൊട്ടിത്തകർന്നുപോയി. അങ്ങനെ പൊട്ടിത്തകർന്ന റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നത് കാരണം അവസാനഘട്ട റോഡിന്റെ ഉദ്ഘാടനം നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ ചെയ്തു. ഇത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മാത്രമല്ല ഇടറോഡുകൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നും CPM ആരോപിച്ചു. വാർഡിലെ ഒരു ഇടറോഡ് പോലും നന്നാക്കിയിട്ടില്ല. 1 രൂപ പോലും അവരതിനു വേണ്ടി വിനിയോഗിച്ചിട്ടില്ല. യാതൊരു വികസന പ്രവർത്തനവും ഈ മുളവാട് പഞ്ചായത്തിൽ നടന്നിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്താണ് മുളവാട് പഞ്ചായത്ത്. 24,4 കോടി രൂപയാണ് വാർഷിക വരുമാനം. തനത് വരുമാനം 4.5 കോടി രൂപയ്ക്കടുത്താണ്. അതനുസരിച്ച് തനതായ എന്ത് വികസന പ്രവർത്തനം നടത്തി. ദാക്ഷായണി വേലായുധന്റെ ജന്മനാടാണ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത്. അവരുടെ പ്രതിമ സ്ഥാപിച്ചത് നിലവിലെ ഭരണസമിതിയാണ്. എന്നാൽ കുറച്ചുകൂടി ജംഗ്ഷനിലേക്ക് പ്രതിമ സ്ഥാപിക്കാമായിരുന്നു എന്നാണ് CPMന്റെ അഭിപ്രായം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളും ഈ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ്. ഗോശ്രീ ഈ ബോൾഗാട്ടി ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ്. ഒരു വേലി മൂലക്കെ കൊണ്ടുവന്ന് ആ മഹത് വ്യക്തിയുടെ പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് തികച്ചും ആ മഹത് വ്യക്തിയോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ് എന്നുള്ളതാണ് CPMന്റെ അഭിപ്രായം. പഞ്ചായത്തിലേക്ക് ഒരു ആംബുലൻസ് എത്തിച്ചതും UDF ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു കാര്യമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ആംബുലൻസ് സേവന മനോഭാവത്തിലുള്ള ഒരു സർവീസാണ് നടത്തുന്നത്. കുടിവെള്ള ക്ഷാമം വെച്ചാൽ ഈ മുളവുകാട് വടക്കേറ്റം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കുടിവെള്ളമില്ലാത്തത്. അവിടെ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അഡീഷണൽ പൈപ്പ് ഇട്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. കുറേ പൈപ്പുകളൊക്കെ നമ്മൾ തോടുകളിൽ നിന്ന് മാറ്റി. പിന്നെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം കൊണ്ട് നമുക്കൊരു ഓപ്പൺ ജിമ്മ് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു 30 സെൻറ്റ് സ്ഥലം ലീസിന് എടുത്തിട്ടുണ്ട്. ഹരിതകർമ്മസേനക്ക് വണ്ടികൾ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് യൂണിഫോം എല്ലാം കൊടുത്ത് എല്ലാ വാർഡിലും കറക്റ്റായിട്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയത്. റോഡായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ പരിഹാരമായി. വാർഡിലൊന്നും കുഴപ്പമില്ല. എല്ലാം നല്ല എല്ലായിടത്തും ഉള്ളിലൊക്കെ റോഡ് വന്നിട്ടുണ്ട്. കുടിവെള്ളമൊക്കെ ഉണ്ട്. എല്ലാവർക്കും വീടുകളിലൊക്കെ കണക്ഷനായി. അപ്പോൾ ഇപ്പോഴാണ് ഇതിപ്പോൾ ഒരു 3-4 വർഷം ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. ഭരണം നിലനിർത്താനാകുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ കൈവിട്ട പഞ്ചായത്ത് തിരികെ പിടിക്കാനാകുമെന്നാണ് LDFും കണക്കുകൂട്ടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അങ്കമാലി കറുക്കുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണെന്ന് അമ്മൂമ്മ ഇന്നലെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, അതിദാരുണമായൊരു സംഭവമാണ്. കൊടും ക്രൂരത തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ അമ്മൂമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ അതോ മറ്റാരെങ്കിലുമാണോ
അതും സ്വന്തം പേരക്കുട്ടിയെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസികളും അടുത്തുള്ള ആളുകളും ഒക്കെ പറയുന്നത്, പോലീസ് പറയുന്നതിനപ്പുറം? മായ, അങ്കമാലി കറുകുറ്റിയിൽ 6 വയസ്സുകാരിയായിട്ടുള്ള ഡിൽന മരിയ സാറ എന്ന 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതുമായി 6 മാസമുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്, ഈ കേസിലാണ് ഏതായാലും കുട്ടിയുടെ അമ്മുമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് പോലീസ് ഒരുങ്ങുന്നത്. ഈ അമ്മുമ്മ നിലവിലിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇവർക്ക് ചില മാനസിക അസ്വസ്ഥതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ഇന്നലെ രാത്രി വൈകി ഇവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് ഇവർ തന്നെയാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. കുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ചുകൊണ്ടായിരുന്നു ഈ കൊലപാതകം ഇവർ നടത്തിയത്. ഈ കത്തി അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ചികിത്സയിലായതിനാൽ തന്നെ ഇവരെ പോലീസിന്റെ സംരക്ഷണത്തിലാണ് ആശുപത്രിയിലുള്ളത്. ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും പോലീസ് പങ്കുവെക്കുന്ന വിവരം. അങ്കമാലി സ്വദേശികളായിട്ടുള്ള ആന്റണി റൂത്ത് ദമ്പതികളുടെ കുഞ്ഞിനെയാണ് ഇന്നലെ ഇവരുടെ അമ്മുമ്മ തന്നെ കൊലപ്പെടുത്തിയത്. അമ്മുമ്മ റോസ്ലിയും ഒപ്പം അപ്പുപ്പനും മാത്രമായിരുന്നു ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നത്. കുഞ്ഞിനെ അനക്കമില്ലാത്ത രീതിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് കുട്ടിയുടെ പിതാവായിട്ടുള്ള ആന്റണി നാട്ടുകാരെ വിളിച്ചറിയിക്കുകയും കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ആ സമയത്ത് നാട്ടുകാർ തന്നെ പറഞ്ഞത് ഇന്നലെ കുട്ടിയുടെ അടുത്തേക്ക് ഇവർ എത്തുമ്പോൾ തന്നെ കുട്ടി അനക്കമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ മറ്റ് ശബ്ദങ്ങളൊന്നും തന്നെ കേട്ടില്ല. ഇത്ര അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് കേട്ടില്ല എന്നുള്ളൊരു വിവരമാണ് അയൽവാസികളൊക്കെ പറയുന്നത്. രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒപ്പം അപ്പൂപ്പനും അമ്മുമ്മയും ഇവർ മാത്രം 4 പേർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും മറ്റ് ശബ്ദങ്ങളൊന്നും കേട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവർ നാട്ടുകാരും ഒപ്പം തന്നെ വീട്ടിലെ മറ്റുള്ളവരും പറയുകയുണ്ടായിരുന്നു. ഏതായാലും അമ്മുമ്മക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ തന്നെ പോലീസും പങ്കുവച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു അമ്മുമ്മയിലേക്ക് സംശയമെത്തുകയും പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കൊലക്ക് ഉപയോഗിച്ചിട്ടുള്ള കത്തിയടക്കമുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുടെ മൃതദേഹം നിലവിലിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മായ. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു ചില വാർത്തകളിലേക്ക്. ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിലെ വാദം ഇന്ന് വീണ്ടും തുടരും. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV ആചാര്യ അടങ്ങിയ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത്. കഴിഞ്ഞ തവണ കേസിൽ വാദിച്ച മീരാൻ ഹൈദർ ഗൂഢാലോചന കുറ്റത്തിൽ തന്നെ ഉൾപ്പെടുത്താനാവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഷിഫ ഉൽ റഹ്മാനു വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന അഭിഭാഷകനുമായ സൽമാൻ ഖുർഷിദാണ് ഹാജരായത്. ഒരു തെളിവും ഇല്ലാതെയാണ് കേസിൽ ഉൾപ്പെടുത്തിയതെന്നും വിചാരണയില്ലാതെ 5 വർഷവും 7 മാസവുമായി ജയിലിലാണെന്നും ഷിഫ വാദിച്ചു. പ്രതികളുടെ വാദം പൂർത്തിയായാൽ ഇന്ന് തന്നെ ഡൽഹി പോലീസിന്റെ വാദവും നടക്കും. സെപ്റ്റംബർ 2-നാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയത്. മത്സ്യകൃഷിയിൽ വിജയം വരിക്കുകയാണ് ഇടുക്കി അയ്യപ്പൻകോവിൽ സ്വദേശി കുഴിക്കാട്ടിൽ ജെറിൻ. ആത്മസംതൃപ്തിയും ഒപ്പം മികച്ച വരുമാനവുമാണ് മത്സ്യകൃഷി ജെറിന് സമ്മാനിക്കുന്നത്. ഇടുക്കി അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശിയാണ് ജെറിൻ. സ്വന്തമായി ഒരു ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നു. ഇതിനിടയിലാണ് മത്സ്യകൃഷിക്ക് സമയം കണ്ടെത്തുന്നത്. വളർത്തു മത്സ്യങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും ജെറിന്റെ കുളത്തിലുണ്ട്. ഗിഫ്റ്റ് തിലോപ്പിയ, കോയിക്കാർപ്പ് തുടങ്ങി നിരവധി മത്സ്യങ്ങൾ. നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഡെലിക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്.
അല്ലെങ്കിൽ ചിലർ നഷ്ടങ്ങൾ വന്ന് പോകാറുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് സമയം ചെലവിട്ട് ഇല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രം നോക്കി നടത്തിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ലാഭകരമല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് മത്സ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അക്വാപോണിക് രീതിയിലാണ് കൃഷി. മത്സ്യക്കുളത്തിനോട് ചേർന്ന് പച്ചക്കറി കൃഷിയുമുണ്ട്. മത്സ്യക്കുളത്തിലെ വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. 5 വർഷമായി ജെറിൻ മീൻ വളർത്തൽ തുടങ്ങിയിട്ട്. 1 സെന്റ് സ്ഥലത്താണ് കുളം. മികച്ച വരുമാനം ലഭിക്കുന്നതിനൊപ്പം വലിയ സന്തോഷവുമാണ് കൃഷി തനിക്ക് നൽകുന്നതെന്ന് ജെറിൻ പറയുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് അക്രമി തള്ളിയിട്ട് പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തൽസ്ഥിതി കൂടുതൽ വഷളാകാതെ ഇരുന്നാൽ ശ്രീകുട്ടിയുടെ ആരോഗ്യം പതിയെ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ക്രിട്ടിക്കൽ കെയർ ICUവിൽ വെന്റിലേറ്ററിലാണ് ശ്രീകുട്ടിയുള്ളത്. അബോധാവസ്ഥയിലാണെങ്കിലും ഇടയ്ക്ക് കൈകാലുകൾ അനക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുവൈറ്റിലെത്തും. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ഭരണനേട്ടം വിശദീകരിച്ച് തുടർഭരണം ഉറപ്പാക്കുക, പുതുതായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ പ്രവാസികളിലേക്ക് എത്തിക്കുക എന്നിവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. ബഹ്റൈനിലും ഒമാനിലും ഖത്തറിലും സംഘടിപ്പിച്ച പൊതു സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങളിൽ ഇക്കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കുവൈറ്റിൽ 60ഓളം സംഘടനകൾ ചേർന്ന് മുഖ്യമന്ത്രിക്കായി മെഗാവേദി ഒരുക്കും. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. എങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഏറ്റക്കുറച്ചുകൾ പ്രകടവുമായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം US വിപണികളിൽ നേരിയ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ആഗോള തലത്തിൽ US താരിഫുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശങ്ക നീങ്ങാത്തതാണ് ഇപ്പോൾ വിപണിയിലെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വിപണിക്ക് പ്രോത്സാഹനമാവുമെന്നിരിക്കെ അത് നീണ്ടുപോകുന്നത് വിപണിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. മാത്രമല്ല ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രവർത്തന ഫലങ്ങൾ സമ്മിശ്രമായിരുന്നു. എങ്കിൽ കൂടിയും പ്രവർത്തന ഫലങ്ങൾ മെച്ചപ്പെട്ട് വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് വരും പാദങ്ങളിൽ മികച്ച പ്രവർത്തന ഫലങ്ങളിലേക്ക് പ്രകടനത്തിലേക്ക് മാറ്റാൻ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങൾക്കും ഒപ്പം തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കങ്ങൾക്കും സാധ്യത ഉണ്ട് താനും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയിലേക്ക് നീങ്ങി. അതും ചില ദിവസങ്ങളിൽ ഉയർന്ന തോതിലുള്ള വിൽപ്പന നടത്തുന്നതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് സാങ്കേതികമായി 25,800 എന്നുള്ള നിലവാരം തന്നെയാണ് ഇപ്പോൾ. വിപണി വിലയിരുത്തലുകൾ നടത്തുകയായിരുന്നു ഓഹരി വിദഗ്ധനായ കെ ദിലീപ്. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരികെ സഞ്ചരിക്കുക. ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമാൻഡേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ള സംസാരിക്കുന്നു. നമ്മൾ എത്ര പേര് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്ര ഹാപ്പി അല്ലാത്തവരുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ നമ്മൾ പ്രൊഫഷണൽ സക്സസ് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ, ദൈനംദിന ജീവിതം എടുത്ത് നോക്കുവാണെങ്കിൽ, വയ്യ ഞാനിത് ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ചെയ്യാൻ സാധിക്കുന്നില്ല. എവിടെയോ ഒരു താളം തെറ്റിയ പോലെ, അല്ലെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വരുത്താൻ പറ്റുന്നില്ല. നാളെ ആവട്ടെ നിങ്ങൾ നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിന് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, തള്ളി വെക്കും. നമുക്കൊരു നമ്മളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ, നമ്മളുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ലെവലിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് സിമ്പിൾ ഫ്രേസ്: ഗോ ബാക്ക് ടു സ്കൂൾ. സ്കൂളിലേക്ക് തിരികെ പോവുക. ഈ സ്കൂളിലേക്ക് തിരികെ പോകുക പറഞ്ഞാൽ തിരിച്ച് സ്കൂളിലേക്ക് ബാഗ് എടുത്ത് പോകാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കാര്യത്തിൽ ഐ എം ഷുവർ നിങ്ങൾ പലരും ഇത് എഗ്രി ചെയ്യുന്നവരുണ്ടാവും. എൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു സമയം സ്കൂൾ സമയമായിരുന്നു. അതിൻ്റെ എന്താണ് എൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു ചിട്ടയായ ഒരു ലൈഫായിരുന്നു, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, നമുക്കൊരു
ഡിസിപ്ലിൻ എൻഫോഴ്സ്മെൻറ്റിലുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ ബോർഡിംഗ് സ്കൂളിലായിരുന്നു, അല്ലാതെ ഡേ സ്കോളറായിട്ടുമുണ്ട്. എന്നാലും നമ്മൾ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു, ഒരു സമയത്ത് പഠിക്കുന്നു, ഒരു സമയത്ത് സ്കൂളിൽ പോകാൻ റെഡിയാവുന്നു, ഒരു സമയത്ത് ഉറങ്ങുന്നു, ഒരു സമയത്ത് എഴുന്നേൽക്കുന്നു. ആ ഒരു കൺട്രോൾ നമ്മുടെ മുകളിലുണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരുന്നു, നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു, നമ്മളുടെ പെർഫോമൻസ് കുറച്ചുകൂടെ നന്നായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ മോശം എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ആ കൺട്രോൾ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ മാറിക്കഴിയുമ്പോൾ നമ്മൾ സ്വയം നമ്മളുടെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും, ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇൻഡിസിപ്ലിൻഡ് ആവും, ചിലപ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു. ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ? നിങ്ങൾ എത്ര സ്ട്രെസ്സുള്ള ആളായാലും അല്ലെങ്കിൽ എന്ത് ഏജുള്ള ആളായാലും എന്ത് ജോലി ചെയ്യുന്ന ആളായാലും നിങ്ങൾ 25 ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം 35 ആവട്ടെ അല്ലെങ്കിൽ 18 ആവട്ടെ 50 ആവട്ടെ 60 ആവട്ടെ, നിങ്ങൾക്കൊരു മാറ്റം ശരിക്കും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്തോ, സ്കൂളിൽ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മളെപ്പോൾ എഴുന്നേറ്റു, നമ്മളെപ്പോൾ ഉറങ്ങി, പലപ്പോഴും ജോലിയുടെ നേച്ചർ കൊണ്ട് അത് പറ്റില്ലായിരിക്കാം. പക്ഷേ നമുക്ക് കുറച്ചെങ്കിലും ആ ഒരു ഫാക്ടേഴ്സ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ഡിസിപ്ലിൻ ഇൻ ടേംസ് ഓഫ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, നമ്മൾ ആ വർക്കിന് ഫോക്കസ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും ചിട്ടയായ ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ഇമ്മെൻസ് ചേഞ്ച്, അതായത് ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് നമ്മളുടെ ഫീലിങ്ങിലും ദ വേ വി ഫീൽ, നമ്മളുടെ ആരോഗ്യത്തിലും നമ്മളുടെ പെർഫോമൻസിലും നമ്മളുടെ റിസൾട്ട്സിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദൃഢമായ ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ബ്രിങ് ബാക്ക് ദറ്റ് ഡിസിപ്ലിൻ, വി ക്യാൻ ബ്രിങ് ബാക്ക് ദറ്റ് ഹെൽത്ത്, ബ്രിങ് ബാക്ക് ദറ്റ് ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സക്സസ്സിലേക്ക് എത്താനും പറ്റും. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു സ്കൂൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഇക്ഷക് ഇന്ന് നാവികസേനയുടെ ഭാഗമാവുകയാണ്. ഇരട്ട ദൗത്യ ശേഷിയോടെയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പലാണ് INS ഇക്ഷക്. വൈകിട്ട് 3-ന് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടക്കുന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി മുഖ്യാതിഥിയാവും. നാവികപ്പടക്ക് കരുത്താവാൻ ഇനി INS ഇക്ഷകുമുണ്ടാകും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാമത്തെ സർവേ കപ്പലെന്ന പ്രത്യേകതയോടുകൂടിയാണ് INS ഇക്ഷക് എത്തുന്നത്. ഫിയർലെസ്, ബ്രേവ്, പാത്ത് ഫൈൻഡർ ആപ്തവാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നാവികസേനയുടെ കരുത്തും വഴികാട്ടിയുമാണ് INS ഇക്ഷക്. മുഖ്യ ദൗത്യമായ ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയായും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കപ്പൽ. അത്യാധുനിക സംവിധാനങ്ങളോടെ നിലവിൽ 6 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഈ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളുണ്ടായാൽ ഇതിനെ ഒരു ആശുപത്രിയാക്കി മാറ്റാൻ കഴിയുമെന്നതും ഈ കപ്പലിൻ്റെ ഒരു പ്രത്യേകതയാണ്. കടലിൻ്റെ ബാക്കി കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയുള്ള നാവിഗേഷൻ മാപ്പ് നിർമ്മിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഷിപ്പിൻ്റെ പ്രൈമറി റോൾ. സെക്കൻഡറി റോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് നമുക്ക് ഈ ഷിപ്പിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. 6 ബെഡഡ് സിക്ക് ബേ ആണ്. അപ്പോൾ അതിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഡെഡിക്കേറ്റഡ് ലാബ് ഉണ്ട്, പിന്നെ ഒരു മിനി ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സമുദ്രതലത്തിൽ 11,000 മീറ്റർ വരെ ആഴത്തിൽ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് കപ്പലിന്റെ സവിശേഷത. ഇത് നാവികർക്ക് സമുദ്രമേഖലകളുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായകമാണ്. Basically we scan the entire sea, even anything like you see which can hamper the movement of a vessel, we find it out and we mark in the chart so that the navigator see it. കർണാടകയിലെ ഷിരൂരിൽ കഴിഞ്ഞ വർഷമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അകപ്പെട്ട അർജുന്റെ ലോറിക്കായി നാവികസേനയാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയത്. അന്നുപയോഗിച്ച സർവേ കപ്പലിനേക്കാൾ കൃത്യവും മികവുറ്റതുമായ ചിത്രങ്ങൾ നൽകാൻ ഇക്ഷകിന് സാധിക്കും. ആ സമയത്ത് നേവിയോട് ഹെൽപ്പ് ചോദിച്ചപ്പം കാർവാർ ബേസ്ഡുള്ള ഒരു സർവേ യൂണിറ്റ് അവരുടെ എക്യുപ്മെൻറ്റ്സ് വിട്ടിട്ട് അങ്ങനെ നമ്മൾ 3 ലൊക്കേഷൻ ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത്. ബിക്കോസ് അന്ന് ആ സർവേ ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു, ആ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പിൻ പോയിൻ്റായിട്ട് പറയാൻ പറ്റിയെങ്കിൽ അത് കടലിൽ ഗംഗാവലി റിവറിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടായിരുന്നു. ആ എക്യുപ്മെൻറ്റ്സിനകത്തുണ്ട്. അതല്ലാതെ അതിനെക്കാട്ടി അഡ്വാൻസ് വേർഷനും ഈ ഷിപ്പിലുണ്ട്. കൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയും വാർഷിപ്പ് ഓവർസീയിങ് ടീമും മേൽനോട്ടം വഹിച്ചാണ് കപ്പൽ നിർമ്മിച്ചത്. 80% തദ്ദേശീയമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കപ്പൽ.
The ship has been designed and manufactured in India and is a shining example of Atmanirbhar Bharat with 80% cost-wise indigenization content and 100% indigenized steel from SAIL. The ship is equipped with various survey equipment including autonomous underwater vehicle, remotely operated vehicles and multi-beam eco sounders. സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പൽ എന്ന സവിശേഷതയും ഇഷകിന് സ്വന്തമാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുരോഗമനപരമായ സമീപനത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇഷക് എന്ന സംസ്കൃത വാക്കിനർത്ഥം വഴികാട്ടി എന്നാണ്. നാവികസേനയ്ക്ക് വഴികാട്ടിയും ഒപ്പം തന്നെ കാര്യത്തിന്റെ പ്രതീകവുമാകാൻ ഒരുങ്ങുകയാണ് INS ഇഷക്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം T20 മത്സരം ഇന്ന് കരാറയിൽ നടക്കും. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുവരും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുണ്ട്. ആദ്യ T20 മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് ജയിക്കുന്നവർക്ക് പരമ്പരയിൽ മുന്നിലെത്താം. ഇന്ത്യ പ്ലേയിങ് 11-ൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. വിജയ കൂട്ടുകെട്ട് തുടരാനാവും ഇന്ത്യ ശ്രമിക്കുക. അതിനാൽ സഞ്ജു സാംസൺ കളിച്ചേക്കില്ലെന്നാണ് സൂചന. ജിതേഷ് ശർമ്മ തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. നമസ്കാരം.